പ്രിയപ്പെട്ടവരെ, ഭാരത ക്രൈസ്തവ സഭയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന തോമാ ശ്ലീഹായെക്കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സാന്തോം സ്മൃതി. പ്രഗത്ഭരായ എഴുത്തുകാർ രചിച്ച ചരിത്രപരമായ വസ്തുതകളാണ് ഇതിൻ്റെ ഉള്ളടക്കം. പുസ്തക രൂപത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെ ദൃശ്യശ്രാവ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എഴുത്തുകളെല്ലാം ഒരേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഈ സംരംഭത്തിലെ സാങ്കേതിക പോരായ്മകളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാന്തോം സ്മൃതി വിശുദ്ധ തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 1950 വാർഷിക സ്മരണിക. തൃശൂർ അതിരൂപത പ്രസിദ്ധീകരണം. സാന്തോം സ്മൃതി. സാന്തോം സ്മൃതി എന്ന പുസ്തകത്തിൻ്റെ ദൃശ്യശ്രാവ്യ രൂപത്തിലെ ഒരധ്യായം കേൾക്കാം. ഭാരതത്തിലെ മാർത്തോമാ പൈതൃക സഭകൾ. റവറൻ ഡോക്ടർ ചെറിയാൻ കറുകപ്പറമ്പിൽ. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാരുടെ ആഗമനം വരെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭ എന്നറിയപ്പെട്ടിരുന്ന ഒരു ക്രൈസ്തവ സഭ മാത്രമേ ഭാരതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഭാരതസഭ ഇക്കാലയളവിൽ വിവിധ സഭകളുമായി ബന്ധം പുലർത്തിയിരുന്ന ഒരു തദ്ദേശീയ സഭയായി വളർന്നുവെന്നതാണ് പാരമ്പര്യം. ഈ സഭയുടെ വ്യക്തിത്വവും തനിമയും തോമായുടെ മാർഗം അഥവാ തോമായുടെ നിയമം എന്നതിലാണ് പ്രകടമായിരുന്നത്. അതിനാൽ തന്നെ മാർത്തോമാ പാരമ്പര്യമുള്ള ഇതര സഭകളുമായി ഭാരത നസ്രാണി സഭ ബന്ധം പുലർത്തിയിരിക്കുന്നതായി കാണാം. പേർഷ്യയിലെ പൗരസ്ത്യ സുറിയാനി സഭയുമായുള്ള ബന്ധത്തിലൂടെ നസ്രാണി സഭയുടെ ചരിത്രത്തിൽ പുത്തൻ ചക്രവാളങ്ങൾ ഉദയം ചെയ്തു. സഭാപരവും ഭരണപരവും ദൈവശാസ്ത്ര ആധ്യാത്മികപരവുമായ ആരാധനാക്രമ വളർച്ചയ്ക്ക് ഈ ബന്ധങ്ങൾ വഴിതെളിയിച്ചു. പോർച്ചുഗീസ് ആഗമനത്തിന് ശേഷം ഈ ബന്ധങ്ങൾക്ക് വിള്ളലുകൾ സംഭവിച്ചെങ്കിലും 1599 ഉദയംപേരൂർ സുനഹദോസിനു മുമ്പ് വരെയുള്ള കാലഘട്ടം സഭാപരമായ ബന്ധങ്ങൾ തുടർന്നിരുന്നുവെന്നു കാണാം. ചരിത്രത്തിലെ ചില സാഹചര്യങ്ങൾ സൃഷ്ടിച്ച ആകസ്മികമായ സംഭവങ്ങൾ ഭാരതസഭാഗാത്രത്തിൽ പിന്നീട് ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിച്ചു. ആന്തരികമെന്നതിനേക്കാൾ ബാഹ്യമായ, അതായത് വൈദേശിക ഇടപെടലുകളാണ് ആദ്യകാല വിഭജനങ്ങൾക്ക് വഴിതെളിച്ചതെന്ന് പറയാം. ഭാരതസഭയുടെ സഭൈക്യ ചരിത്രത്തിലേക്കുള്ള ഒരന്വേഷണം നമ്മെ ഈ സഭകളെയെല്ലാം കോർത്തിണക്കുന്ന സഭാ പാരമ്പര്യത്തിൻ്റെ ഒരു പൊതു ഇടത്തിലേക്ക് എത്തിക്കും എന്നും കണ്ടെത്താം. അത് ലോകത്തിലെ മറ്റു സഭകളിൽ നിന്നും അതിനെ വ്യത്യസ്തമാക്കുന്ന അപ്പസ്തോലിക പാരമ്പര്യമാണ്. മാർത്തോമാ നസ്രാണി പാരമ്പര്യം എന്ന് നമുക്കതിനെ വിളിക്കാം. കത്തോലിക്ക, അകത്തോലിക്ക വിഭാഗങ്ങളായി 9ഓളം വ്യക്തിസഭകളായിട്ടാണ് ഇന്ന് മാർത്തോമാ പാരമ്പര്യം പേറുന്ന സഭകൾ നിലകൊള്ളുന്നത്. കത്തോലിക്ക, ഓർത്തഡോക്സ്, ആംഗ്ലിക്കൻ പാരമ്പര്യങ്ങളിലാണ് ഈ സഭകൾ. മാർത്തോമാ നസ്രാണി പാരമ്പര്യം പേറുന്ന സഭകളിൽ ഏറ്റവും പ്രബലമായ സഭ സീറോ മലബാർ സഭ തന്നെയാണ്. കത്തോലിക്ക പാരമ്പര്യം പേറുന്ന സഭകൾ പ്രധാനമായും രണ്ടാണ്: സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും. മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതൽ 1653 വരെ യാതൊരുവിധ വിഭാഗീയതയോ ഭിന്നിപ്പോ കൂടാതെ ഒരേ തലവൻ്റെ കീഴിൽ ഒറ്റക്കെട്ടായി നിലനിന്ന സമൂഹമായിരുന്നു മാർത്തോമാ ക്രിസ്ത്യാനികളുടേത്. 1653 കൂനൻ കുരിശു സത്യത്തിനു ശേഷം മാർത്തോമാ ക്രിസ്ത്യാനികളായ 12 പുരോഹിതർ 1653 മെയ് 22 അന്നത്തെ ആർച്ചു ഡീക്കനായ പറമ്പിൽ തോമാ കത്തനാരെ മാർത്തോമ എന്ന പേരിൽ മെത്രാനായി അഭിഷേകം ചെയ്തു. ഭൂരിപക്ഷം ഇടവകകളും ഭദ്രവാദോ മെത്രാനായ ഫ്രാൻസിസ് ഗാർസിയായെ ഉപേക്ഷിച്ച് പുതിയ മെത്രാൻ്റെ പിന്നിൽ അണിനിരന്നു. എന്നാൽ പിന്നീട് ആർച്ച് ഡീക്കൻ തോമാ കത്തനാരുടെ മെത്രാഭിഷേകം
നിയമാനുസൃതമല്ലെന്ന് മനസ്സിലാക്കിയ മാർത്തോമാ ക്രിസ്ത്യാനികൾ പലരും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. ഭിന്നിപ്പുകളുടെ ഈ ചരിത്രം മുൻപോട്ട് പുതിയ പുതിയ ഭാവങ്ങൾ കൈക്കൊണ്ടു. എല്ലാം ശരിയാക്കാനായി റോം അയച്ച അപ്പസ്തോലിക കമ്മീഷൻ മാർ സെബസ്ത്യാനി 1663 ഫെബ്രുവരി 1 ആർച്ച് ഡീക്കനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായിരുന്ന ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാരെയും കത്തോലിക്ക സഭയിൽ നിന്ന് മഹറോൻ ചൊല്ലി പുറത്താക്കി. അങ്ങനെ പിളർപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു. കത്തോലിക്ക, അകത്തോലിക്ക എന്നീ രണ്ട് സമൂഹങ്ങളായി വിഭജനത്തിന് ഒരു സ്ഥായീ ഭാവം കൈവന്നു. അകത്തോലിക്ക സഭ കാലാന്തരീക്ഷത്തിൽ അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള ഓർത്തഡോക്സ് സഭയായി മാറി. പുറത്താക്കപ്പെട്ട ആർച്ച് ഡീക്കനും അനുയായികളും സുറിയാനി പാരമ്പര്യത്തിലുള്ള ഒരു മെത്രാനെ ലഭിക്കാനുള്ള ആവേശവുമായി കൽദായ പാത്രിയാർക്കീസിനും അന്ത്യോക്യായിലെ യാക്കോബായ പാത്രിയാർക്കീസിനും കത്തുകൾ എഴുതി. 1665 അന്ത്യോക്യൻ പാത്രിയാർക്കീസ് അബ്ദുൾ ജലീൽ മാർ ഗ്രിഗോറിയോസ് എന്ന യാക്കോബായ മെത്രാനെ മലബാറിലേക്ക് അയച്ചു. മാർ ഗ്രിഗോറിയോസിൻ്റെ പ്രവർത്തനങ്ങൾ സുറിയാനി പാരമ്പര്യങ്ങൾ പലതും വീണ്ടെടുക്കുന്നതിന് വഴി തെളിയിച്ചെങ്കിലും റോമുമായിട്ടുള്ള അകൽച്ചയ്ക്ക് അകലം കൂട്ടി. റോമിനോടും കത്തോലിക്ക സഭയോടുമുള്ള പൊതുവായ ഒരു എതിർപ്പ് ഈ സമൂഹത്തിൽ ഉളവാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അന്ത്യോക്യൻ അഥവാ സിറിയൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിന് അങ്ങനെ ഭാരതസഭയിൽ തുടക്കമായി. നേരിട്ടോ അല്ലാതെയോ അന്ത്യോക്യൻ ആരാധനാക്രമ പാരമ്പര്യങ്ങൾ പേറുന്ന 4 വ്യത്യസ്ത സഭകളാണ് ഇന്ന് കേരളത്തിലുള്ളത്. മലങ്കര യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് സഭ. മുകളിൽ സൂചിപ്പിച്ചിരുന്നതുപോലെ മാർ ഗ്രിഗോറിയോസിൻ്റെ ആഗമനത്തോടെ വിഘടിച്ചു നിന്ന മാർത്തോമ ഒന്നാമൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടു. ഇത് കത്തോലിക്ക, അകത്തോലിക്ക സമൂഹങ്ങൾ തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. കൂനൻ കുരിശു സത്യം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുവാനും അത് റോമ മാർപ്പാപ്പയ്ക്കും കത്തോലിക്ക സഭയുടെ ആധിപത്യത്തിനും എതിരായുള്ള വിപ്ലവവും ശീസ്മയുമായി ചിത്രീകരിക്കപ്പെടാനും തുടങ്ങി. 1670 ഏപ്രിൽ 22 മാർത്തോമ ഒന്നാമൻ എന്ന പേരിൽ അഭിഷിക്തനായ ആർച്ച് ഡീക്കൻ തോമാ കത്തനാരുടെ മരണശേഷം മാർത്തോമ രണ്ടാമനും 1670 മുതൽ 1686 വരെ, മാർത്തോമ മൂന്നാമനും 1686 മുതൽ 1688 വരെ, മാർത്തോമ നാലാമനും 1688 മുതൽ 1728 വരെ, മാർത്തോമ അഞ്ചാമനും 1728 മുതൽ 1765 വരെ ഈ സമൂഹത്തിൻ്റെ മേൽ ഭരണം നിർവഹിച്ചു. എന്നാൽ ഈ മെത്രാന്മാർ ആരും സാധുവായ മെത്രാഭിഷേകം ലഭിച്ചവരായിരുന്നില്ല എന്നാണ് പൊതുവായ അഭിപ്രായം. മലങ്കര സമൂഹത്തിൻ്റെ അന്ത്യോക്യൻ പാരമ്പര്യങ്ങളിലേക്കുള്ള ചുവടുമാറ്റം ക്രമാനുഗതമായ ഒരു പ്രവർത്തനമായിരുന്നു. 1685 വന്ന 2 യാക്കോബായ മെത്രാന്മാർ എൽദോ മാർ ബസേലിയോസ്, മാർ ഇവാനിയോസ് ഹിദാത്തുള്ള എന്നീ മെത്രാന്മാരുടെ പ്രവർത്തനങ്ങൾ ഈ ശ്രമങ്ങളെ ശക്തിപ്പെടുത്തി. ഇപ്രകാരം അന്ത്യോക്യൻ ആരാധനാക്രമരീതികൾ സ്വീകരിച്ച വിഘടിത സമൂഹം പിന്നീട് മലങ്കര യാക്കോബായ സുറിയാനി സഭ എന്ന് അറിയപ്പെട്ടു തുടങ്ങി. 6-ാം നൂറ്റാണ്ടിൽ അന്ത്യോക്യൻ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ സമൂലമായ നവീകരണത്തിന് നേതൃത്വം നൽകിയ മാർ ജേക്കബ് ബാർദേയൂസ് എന്ന മെത്രാൻ്റെ പേരിൽ നിന്നാണ് അന്ത്യോക്യൻ സഭ യാക്കോബായ സുറിയാനി സഭ എന്ന അപരനാമം കൂടി സ്വീകരിച്ചത്. ഇന്ന് കേരളത്തിൽ സിറിയൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള വിവിധ സഭകൾ ഉണ്ടെങ്കിലും അന്ത്യോക്യൻ പാത്രിയാർക്കീസിൻ്റെ പരമാധികാരത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്ന വിഭാഗമാണ് യാക്കോബായ സഭ എന്നറിയപ്പെടുന്നത്. 1836 മാവേലിക്കര സുനഹദോസ്, 1876 മുളന്തുരുത്തി സുനഹദോസ് എന്നിവയാണ്
അന്ത്യോക്യൻ പാത്രിയാർക്കീസിൻ്റെ പരമാധികാരം മലങ്കര സഭയിൽ അരക്കിട്ടുറപ്പിച്ചത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മുകളിൽ പ്രസ്താവിച്ചതുപോലെ 1876 മുളന്തുരുത്തി സുനഹദോസോടുകൂടി അന്ത്യോക്യൻ പാത്രിയാർക്കീസ് മലങ്കര സഭയുടെ ആത്മീയതയും ഭൗതികവുമായ എല്ലാറ്റിൻ്റെയും പരമാധികാരിയായി തീർന്നു. മലങ്കര സഭയിൽ അന്ത്യോക്യൻ റീത്തും യാക്കോബായ വിശ്വാസങ്ങളും നടപ്പിൽ വരുത്തിയത് ദീർഘവും തുടർച്ചയായുള്ളതുമായ ഒരു പ്രക്രിയയായിരുന്നു. 1665 അന്ത്യോക്യൻ മെത്രാൻ മാർ ഗ്രിഗോറിയോസിൻ്റെ വരവോടുകൂടെ ആരംഭിച്ച ഈ പ്രക്രിയ 1846 മുതൽ 66 വരെ കാലഘട്ടത്തിൽ മാർ കൂറിലോസിൻ്റെ കാലത്ത് അതിൻ്റെ പരിസമാപ്തിയിലെത്തുന്നതായി കാണാം. അതുപോലെ തന്നെ അന്ത്യോക്യൻ പാത്രിയാർക്കീസിൻ്റെ അധികാരവും ഭരണവും മലങ്കര സഭയുടെ മേൽ ചുമത്തപ്പെട്ടതും ക്രമാനുഗതമായിട്ടായിരുന്നു. മലങ്കര സഭയെ മുളന്തുരുത്തി സുനഹദോസിൽ വെച്ച് പൂർണ്ണമായി അന്ത്യോക്യൻ ഓർത്തഡോക്സ് പാത്രിയാർക്കീസിൻ്റെ അധികാരത്തിനു കീഴിൽ കൊണ്ടുവന്ന പീറ്റർ മൂന്നാമൻ പാത്രിയാർക്കീസ് 1894 കാലം ചെയ്തു. 1895 ആ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ട അബ്ദുൽ മിശിഹ രണ്ടാമനെ 1905 തുർക്കി സുൽത്താനായ അബ്ദുൽ ഹമീദ് സ്ഥാനഭ്രഷ്ടനാക്കി പകരം 1906 ഓഗസ്റ്റ് 28 മാർ ഇഗ്നേഷ്യസ് അബ്ദുള്ള സാൽത്തഫിനെ മാർ അബ്ദുള്ള രണ്ടാമൻ എന്ന പേരിൽ പാത്രിയാർക്കീസായി നിയമിച്ചു. പുതിയ പാത്രിയാർക്കീസായ അബ്ദുള്ള രണ്ടാമൻ 1909 മുതൽ മലങ്കരയിൽ വരികയും ഈ സഭയുടെ മേൽ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും സമ്പൂർണമായ പരമാധികാരം അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ പാത്രിയാർക്കീസിൻ്റെ ഈ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് മലങ്കര മെത്രാപ്പൊലീത്ത ദിവന്യാസോസ് ആറാമൻ രംഗത്ത് വന്നു. പാത്രിയാർക്കീസിന് ആധ്യാത്മിക കാര്യങ്ങളിൽ മാത്രമേ പരമാധികാരമുള്ളൂ എന്നും സഭയുടെ ആഭ്യന്തര ഭരണകാര്യങ്ങളിലോ ഭൗതിക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലോ കൈകടത്തുവാൻ അധികാരമില്ല എന്നും വാദിച്ചു. പാത്രിയാർക്കീസ് ദിവന്യാസോസ് ആറാമനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും മഹറോൻ ചൊല്ലി സഭാഭ്രഷ്ടരാക്കി. പകരം 1911 മെയ് 31 മാർ കൂറിലോസിനെ മലങ്കര യാക്കോബായ സിറിയൻ സഭയുടെ മെത്രാപ്പൊലീത്തയായി നിയമിച്ചു. മെത്രാൻ കക്ഷി ബാവാ കക്ഷി വ്യവഹാരങ്ങൾക്കും കക്ഷി മാത്സര്യങ്ങൾക്കും വഴിതെളിച്ച സംഭവങ്ങൾക്ക് ബീജാവാപം നൽകിയത് ഈ സംഭവമായിരുന്നു എന്നു പറയാം. പുറത്താക്കപ്പെട്ട മാർ ദിവന്യാസോസ് ആറാമനും അദ്ദേഹത്തിൻ്റെ അനുയായികളും 1911 സെപ്റ്റംബർ 7 പാത്രിയാർക്കീസിൻ്റെ നടപടികളെല്ലാം അസാധുവായി പ്രഖ്യാപിക്കുകയും സ്വയം ഭരണാധികാരമുള്ള ഒരു സ്വതന്ത്ര സഭ രൂപീകരിക്കുവാൻ നിശ്ചയിക്കുകയും ചെയ്തു. അവർ അന്ത്യോക്യയിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട അബ്ദുൽ മിശിഹ രണ്ടാമൻ പാത്രിയാർക്കീസിൻ്റെ സഹായം തേടുകയും 1912 ജൂൺ 13 അദ്ദേഹം കേരളത്തിൽ വന്ന് മാർ ദിവന്യാസോസ് ആറാമനെ മഹറോൻ ശിക്ഷയിൽ നിന്നും വിമുക്തനാക്കുകയും ചെയ്തു. 1912 സെപ്റ്റംബർ 15 മാർ അബ്ദുൽ മിശിഹ രണ്ടാമൻ കിഴക്കിൻ്റെ കാത്തോലിക്കേറ്റ് സ്ഥാപിക്കുകയും മുറിമറ്റത്തിൽ പൗലോസ് മാർ ദിവന്യാസോസിനെ മോറാൻ മോർ പൗലോസ് ബസേലിയോസ് എന്ന പേരിൽ മലങ്കര സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ആദ്യത്തെ കാത്തോലിക്കോസ് ആയി നിയമിക്കുകയും 3 മെത്രാന്മാരെ കൂടി അഭിഷേകം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അന്ത്യോക്യൻ പാരമ്പര്യം പിന്തുടരുന്ന 2 പ്രധാന വിഭാഗങ്ങൾ മലങ്കര സഭയിൽ ഉടലെടുത്തു. അന്ത്യോക്യൻ പാത്രിയാർക്കൽ സംവിധാനത്തിൻ്റെ ഭാഗമായി തുടർന്ന ഒരു വിഭാഗം തങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളുടെയും നിയമപരിപാലനവും പരമാധികാരവും അന്ത്യോക്യൻ പാത്രിയാർക്കീസിന് വരത്തക്കവണ്ണം മലങ്കര സിറിയൻ ഓർത്തഡോക്സ് സഭ അഥവാ പാത്രിയാർക്കീസ് കക്ഷി എന്നറിയപ്പെട്ടു തുടങ്ങി. മറുവിഭാഗം
മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അഥവാ കാത്തോലിക്കോസ് കക്ഷി എന്ന പേരിൽ അന്ത്യോക്യൻ പാത്രിയാർക്കീസിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു യഥാർത്ഥ സ്വയംഭരണ സ്വയം ശീർഷക സഭ ആയിത്തീരുകയും ചെയ്തു. 1 കാത്തോലിക്ക മുതൽ 9 കാത്തോലിക്കാമാരാണ് മലങ്കര ഓർത്തഡോക്സ് സഭയെ നയിച്ചത്. ഇപ്പോഴത്തെ കാത്തോലിക്ക ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ഭാവ സഭയുടെ 9ാം കാത്തോലിക്കയാണ്. കിഴക്കിൻ്റെ കാത്തോലിക്കയും മലങ്കര സഭയുടെ മെത്രാപ്പൊലീത്തയും എന്ന് അദ്ദേഹം അഭിധാനം ചെയ്യപ്പെടുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭ 2 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ട കാലം മുതൽ ഇരു വിഭാഗങ്ങളുടെയും ചരിത്രം നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന നിയമവ്യവഹാരങ്ങളുടെയും അപകീർത്തിപരമായ സംഘർഷങ്ങളുടെയും അനുരഞ്ജന ശ്രമങ്ങളുടെയും നിരവധി കോടതി കേസുകളുടെയും ചരിത്രമായി മാറി. ദശകങ്ങൾ നീണ്ട വ്യവഹാരങ്ങൾക്കൊടുവിൽ 1958-ലും 1995-ലും അവസാനമായി 2017-ലും ഇന്ത്യൻ സുപ്രീം കോർട്ട് നൽകിയ അന്തിമ വിധി പ്രകാരം ഇന്ത്യയിൽ ഒരു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ ഉള്ളൂ. അത് 1934-ലെ മലങ്കര അസോസിയേഷൻ അംഗീകരിച്ച ഭരണഘടനയും തുടർന്ന് വന്നിട്ടുള്ള ഭേദഗതികൾക്കും അനുസൃതം ഭരിക്കപ്പെടുന്ന സ്വയംഭരണ കാത്തോലിക്കേറ്റാണ്. സുപ്രീം കോടതിയുടെ 2017-ലെ അന്തിമ വിധി പ്രകാരം ഓർത്തഡോക്സ് വിഭാഗത്തിന് മലങ്കര സഭയിലെ 1100 പള്ളികളും ഇടവകകളും ഭരിക്കാനുള്ള അവകാശം നൽകി. എങ്കിലും പാത്രിയാർക്കീസ് വിഭാഗം ഇന്നും മലങ്കര യാക്കോബ സിറിയൻ ഓർത്തഡോക്സ് സഭ എന്ന പേരിൽ സിറിയൻ ഓർത്തഡോക്സ് പാത്രിയാർക്കീസിൻ്റെ കീഴിൽ വേറിട്ടൊരു സഭയായി തുടരാൻ തീരുമാനിച്ചു. മാർത്തോമ സുറിയാനി സഭ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ വ്യക്തമായ സ്വാധീനം ആരംഭിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ ഈ സാഹചര്യത്തിൽ ആംഗ്ലിക്കൻ സഭയുടെ സ്വാധീനത്തിലായി. ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരുവിതാംകൂർ റെസിഡന്റ് ആയിരുന്ന കേണൽ മണറോയും അദ്ദേഹത്തിൻ്റെ ചാപ്ലൈൻ ക്ലാഡിയൂസ് ബുക്കാനനും യാക്കോബായ ഓർത്തഡോക്സ് സഭയുടെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി. യാക്കോബായ സഭയുടെ നവീകരണത്തിനായി ആംഗ്ലിക്കൻ മിഷണറി സമൂഹമായ CMS സൊസൈറ്റിയെ പരമേൽപ്പിച്ചു. ബൈബിളിൻ്റെ സുറിയാനി വിവർത്തനം നൽകിയും അതിൻ്റെ മലയാളം പരിഭാഷ തയ്യാറാക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പള്ളിക്കൂടങ്ങൾ തുടങ്ങുക എന്നീ സംരംഭങ്ങളിലൂടെ ആളുകളുടെ ശ്രദ്ധയും പ്രീതിയും സമ്പാദിച്ചു. വൈദിക പരിശീലനത്തിനായി കോട്ടയത്ത് ഒരു സെമിനാരി, ചുങ്കം സെമിനാരിയും സ്ഥാപിച്ചു. മാർത്തോമ നസ്രാണികളുടെ മേലിലുള്ള റോമൻ സ്വാധീനം പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നവീകരണ ശ്രമങ്ങൾ പ്രൊട്ടസ്റ്റന്റ് ആംഗ്ലിക്കൻ സഭാ പാരമ്പര്യങ്ങൾ യാക്കോബായ സഭയിൽ കടന്നുകയറാൻ അവസരമൊരുക്കി. അന്ത്യോക്യൻ ആരാധനാക്രമത്തോടും പൗരസ്ത്യ പാരമ്പര്യങ്ങളോടും ശക്തമായ അടുപ്പം പുലർത്തിവന്ന യാക്കോബായ സമൂഹം ഈ ശ്രമങ്ങളെ പ്രതിരോധിച്ചു. ഇതിൻ്റെ പരിസമാപ്തി എന്നവണ്ണം 1836-ൽ മാർ ദിവന്യാസോസ് 4-ാമൻ്റെ നേതൃത്വത്തിൽ കൂടിയ മാവേലിക്കര സുനഹദോസ് ആംഗ്ലിക്കൻ മിഷണറിമാരോടുള്ള യാക്കോബായ സഭയുടെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഒരു വിഘടിത വിഭാഗം പാലാക്കുന്നത്ത് അബ്രഹാം മൽപ്പാൻ്റെ നേതൃത്വത്തിൽ CMS മിഷണറിമാരുടെ പക്ഷം ചേർന്ന് നവീകരണ ശ്രമങ്ങൾ തുടർന്നു. ഈ സമൂഹം ഔദ്യോഗിക യാക്കോബായ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വിഘടിച്ച് മാർത്തോമ സുറിയാനി സഭയ്ക്ക് രൂപം നൽകി. ഈ സഭ ഉത്ഭവം കൊണ്ട് മാർത്തോമ ക്രിസ്ത്യാനികളും ആരാധനാക്രമത്തിൽ അന്ത്യോക്യനും വിശ്വാസ സത്വങ്ങളിൽ ഓർത്തഡോക്സ് ആംഗ്ലിക്കനും സംസ്കാരത്തിൽ ഭാരതീയവുമാണ്. സഭാഭരണത്തിൽ പൂർണ്ണമായും ജനാധിപത്യ രീതി പിന്തുടരുന്ന സഭയുടെ ഭരണസമിതി 65% അൽമായരും 35% വൈദികരും അടങ്ങുന്നതാണ്. തിരുവല്ല ആസ്ഥാനമായുള്ള സഭയുടെ ഇപ്പോഴത്തെ തലവൻ മാർ
തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ആണ്. 13 രൂപതകളും 1246 ഇടവകളിൽ നിന്നായി 10 ലക്ഷത്തിലധികം വിശ്വാസികളുമുള്ള മാർത്തോമാ സുറിയാനി സഭ ഇന്ന് ഇന്ത്യ, മലേഷ്യ, സിംഗപ്പൂർ, യൂറോപ്പ്, അമേരിക്ക, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലായി വ്യാപരിച്ചിരിക്കുന്നു. സെയിൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ 1961 മാർത്തോമാ സുറിയാനി സഭയിലുണ്ടായ പിളർപ്പിൻ്റെ ഫലമായി രൂപപ്പെട്ട പുതിയ സഭയാണ് സെയിൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച്. 1953 മാർത്തോമാ സഭയിലെ ഏതാനും വൈദികരും വിശ്വാസികളും ഫാദർ KM ഡാനിയേൽ എന്ന വൈദികൻ്റെ നേതൃത്വത്തിൽ മാർത്തോമാ സഭാ നേതൃത്വത്തിനെതിരായി പരാതികൾ ഉന്നയിച്ചു. നവീകരണ വിശ്വാസത്തിനും പ്രവർത്തനങ്ങൾക്കും തീക്ഷ്ണത കുറഞ്ഞുവെന്നും സഭയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നും നേതൃത്വം വ്യതിചലിച്ചുവെന്നുള്ള പരാതിയുമായി സിവിൽ കോടതിയിൽ കേസ് നൽകി. സിവിൽ കോടതി കേസ് തള്ളിയതിനെ തുടർന്ന് വിഘടിച്ചു നിന്നവരെ ഔദ്യോഗിക സഭയിൽ നിന്നും പുറത്താക്കി. ഇവർ ചേർന്ന് 1961 സെയിൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകി. 12 വൈദികർ ചേർന്ന് റവറൻഡ് KN ഉമ്മൻ, റവറൻഡ് ജോൺ വർഗീസ് എന്നിവരെ പുതിയ മെത്രാന്മാരായി വാഴിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തിൽ രക്ഷയ്ക്കാവശ്യമായതെല്ലാം നൽകപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഈ സഭയുടെ അടിസ്ഥാന വിശ്വാസം. തിരുവല്ലായിലും ചുറ്റുപാടുകളിലുമായി ഈ സഭ വ്യാപിച്ചു കിടക്കുന്നു. കിഴക്കിൻ്റെ അസീറിയൻ സഭ, അസീറിയൻ ചർച്ച് ഓഫ് ദ ഈസ്റ്റ്, ചർച്ച് ഓഫ് ദ ഈസ്റ്റ്, കേരളത്തിൽ കൽദായ സഭ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ സഭയുടെ കേരള ചരിത്രം മാർത്തോമാ നസ്രാണികളുടെ പേർഷ്യൻ സഭയുമായുള്ള ബന്ധവുമായി ചേർന്നു കിടക്കുന്നു. തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൽദായ സുറിയാനി സഭ എന്നറിയപ്പെടുന്ന ഈ സഭയ്ക്ക് നെസ്തോറിയൻ സഭയെന്നുകൂടി പേരുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസായിരുന്ന ജോൺ നെസ്തോറിയോസ് AD 428 മുതൽ 431 വരെ കന്യകാമറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുവാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ എഫേസോസ് സുനഹദോസ് AD 431 വേദവിപരീതി എന്ന് മുദ്രകുത്തി. തുടർന്ന് അദ്ദേഹത്തെ അംഗീകരിക്കുന്ന പേർഷ്യൻ സഭയെ നെസ്തോറിയൻ സഭയെന്ന് തെറ്റായി വിളിച്ചു. ഈ സഭയുമായി ബന്ധപ്പെട്ടിരുന്ന ഭാരതത്തിലെ സുറിയാനി സഭയെയും തെറ്റായി സംബോധന ചെയ്തിരുന്നതിനാൽ ഇപ്രകാരമുള്ള അപരനാമത്താൽ ഈ സഭയും വിളിക്കപ്പെട്ടിരുന്നു. ഏകദേശം 4-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഭാരതത്തിലെ മാർത്തോമാ നസ്രാണി സഭ അതിൻ്റെ ഭരണപരവും ആരാധനാക്രമപരവുമായ വളർച്ചയിൽ പേർഷ്യൻ സഭയെ ആശ്രയിച്ചിരുന്നതായാണ് ചരിത്രം. പോർട്ടുഗീസ് മിഷണറിമാരുടെ ഇടപെടലിലൂടെ ഈ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. AD 1597 മലങ്കരയിൽ ഉണ്ടായിരുന്ന പേർഷ്യൻ മെത്രാൻ മാർ അബ്രഹാം മരിച്ചതോടെ കൽദായ സഭയുമായുള്ള മലങ്കര സഭയുടെ നേരിട്ടുള്ള ബന്ധത്തിന് വിരാമമിട്ടു. 1599 ഉദയംപേരൂർ സുനഹദോസ് ഈ പേർഷ്യൻ ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചു. എങ്കിലും ഭാരത നസ്രാണികളുടെ സുറിയാനി പാരമ്പര്യത്തോടുള്ള സ്നേഹവും വൈകാരികമായ അടുപ്പവും പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ സാധിച്ചില്ല എന്നത് ചരിത്രം. 1653 കൂനൻ കുരിശു സത്യത്തിന് ശേഷം 1665 എത്തിയ ജെറുസലേമിലെ മാർ ഗ്രിഗോറിയോസ് എന്ന അന്ത്യോക്യൻ മെത്രാനെ നസ്രാണികൾ സ്വീകരിച്ചതും സുറിയാനി പാരമ്പര്യത്തോടുള്ള ഈ ജനതയുടെ ഇഴയാർന്ന അടുപ്പം കൊണ്ടു തന്നെയാണ്. നസ്രാണി സഭയുടെ ഒരു വിഭാഗം പൗരസ്ത്യ സുറിയാനി പാരമ്പര്യങ്ങളിൽ നിന്നും പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലേക്ക് ചുവടുമാറിയതും ഈ കാലഘട്ടം മുതലാണ്. 1708 മാർ ഗബ്രിയേൽ എന്ന പേർഷ്യൻ മെത്രാൻ്റെ ആഗമനം മുതൽ 18-ാം നൂറ്റാണ്ടിൽ മാർ യോഹന്നാൻ, മാർ ശിമയോൻ എന്നീ കൽദായ മെത്രാന്മാർ മലങ്കരയിൽ എത്തിയെങ്കിലും
കാര്യമായ സ്വാധീനം ചെലുത്തുന്നതായി കാണുന്നില്ല. അസീറിയൻ സഭയുടെ അകത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു ഇവർ എന്നാണ് ചരിത്രരേഖകളിൽ കാണുക. 1861 മുതൽ 1882 വരെ ബാഗ്ദാദിൽ നിന്നെത്തിയ കൽദായ കത്തോലിക്ക മെത്രാന്മാരുടെ കാലം കൽദായ സഭയുടെ പുനർജീവനത്തിൻ്റെ സമയമായിരുന്നു. 1861 എത്തിയ മാർ തോമസ് റോക്കോസ്, 1874 മാർ യോഹന്നാൻ ഏലിയ മേലൂസ് എന്നീ കൽദായ മെത്രാന്മാർ തൃശ്ശൂരിൽ ആഗതരായി. മാർ ജോസഫ് ഔദോ നാലാമൻ പാത്രിയാർക്കീസിൻ്റെ പ്രതിനിധിയായി വന്ന മേലൂസ് മെത്രാന് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. കൽദായ കത്തോലിക്ക പാത്രിയാർക്കീസായിരുന്ന മാർ ജോസഫ് ഔദോ കേരളത്തിലെ നസ്രാണി കത്തോലിക്കരെ തൻ്റെ ഭരണത്തിനു കീഴിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. എങ്കിലും മാർപ്പാപ്പ മാർ ഔദായുടെ ഈ ആഗ്രഹത്തെ നിരസിക്കുകയും സുറിയാനി കത്തോലിക്കർക്കായി പിന്നീട് പ്രത്യേക വികാരിയത്തുകൾ 1887 കോട്ടയം, തൃശ്ശൂർ കേന്ദ്രമാക്കി സ്ഥാപിക്കുകയും ചെയ്തു. 1877 മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം പാത്രിയാർക്കീസ് മാർ ജോസഫ് ഔദോ മാർ മേലൂസിനെ തിരികെ വിളിച്ചെങ്കിലും മേലൂസും കൂട്ടരും ഔദോ പാത്രിയാർക്കീസിനെ ഉപേക്ഷിക്കുകയും അദ്ദേഹവുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. 1882 മാർ മേലൂസ് പേർഷ്യയിലേക്ക് മടങ്ങിപ്പോയി. ഈ അവസരം തൊണ്ടനാട്ട് മാർ അബ്ദീസോ മെത്രോപ്പൊലീത്തായെ ഭരണമേൽപ്പിച്ചു. 1862 തൊണ്ടനാട്ട് അന്തോണി എന്ന തദ്ദേശീയ വൈദികൻ നെസ്തോറിയൻ പാത്രിയാർക്കീസ് മാർ എബ്രഹാം ശിമയോനിൽ നിന്ന് മാർ അബ്ദീസോ എന്ന പേരിൽ പട്ടമേറ്റിരുന്നു. 1865 ഇദ്ദേഹം റോമിന് കീഴ്പ്പെടുകയും സാധാരണ വൈദികനായി കുറേ കാലം ജീവിക്കുകയും ചെയ്തു. പിന്നീട് മാർ മേലൂസിൻ്റെ വരവോടുകൂടി അദ്ദേഹത്തിൻ്റെ പക്ഷത്തു ചേർന്നു. 1897 വരെ പാലാക്കടുത്തുള്ള ഇളന്തോട്ടം പള്ളിയിൽ താമസിച്ചാണ് മാർ അബ്ദീസോ ഭരണം നടത്തിയത്. തുടർന്ന് തൃശ്ശൂരിൽ താമസമാക്കി. 1900 നവംബറിൽ അദ്ദേഹം കാലം ചെയ്തു. 1908 മാർ അഭിമലേക് തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത തൃശ്ശൂരിൽ ആഗതനായി. കിഴക്കിൻ്റെ അസീറിയൻ സഭ ഭാരതത്തിൽ കൃത്യമായ വേരുകൾ ഉറപ്പിക്കുന്നത് ഈ കാലഘട്ടം മുതലാണ്. 1945 അദ്ദേഹം ദിവംഗതനായതിനെ തുടർന്ന് 1952 ഇറാഖിൽ നിന്നെത്തിയ മാർത്തോമ ധർമ്മോ മെത്രാപ്പൊലീത്തയായി ചുമതലയേറ്റു. 1968 വരെ നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ ഭരണകാലം സഭയുടെ പുനരുദ്ധാരണ കാലമായിരുന്നു എന്ന് പറയാം. വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ സഭയിൽ ഒരു ക്രമം വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1968 അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി മാർ അപ്രേം മെത്രാപ്പൊലീത്തായെ വാഴിച്ചു. 1968 മുതൽ 2021 വരെ മാർ അപ്രേം ഭാരതത്തിലെ അസീറിയൻ സഭയുടെ മേലധ്യക്ഷനായി തുടർന്നു. 2021 മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത സഭയുടെ പേട്രിയാർക്കൽ അഡ്മിനിസ്ട്രേറ്ററായും 2023 മാർ ആവ മൂന്നാമൻ പാത്രിയാർക്കീസ് അദ്ദേഹത്തെ അസീറിയൻ സഭയുടെ ഇന്ത്യയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും മേലധ്യക്ഷനായി നിയമിച്ചു. ഏകദേശം 30,000-ലധികം വിശ്വാസികളുള്ള ഈ സഭാവിഭാഗം ആരാധനാക്രമ ആചാരാനുഷ്ഠാനങ്ങളിൽ സീറോ മലബാർ സഭയുമായി സാദൃശ്യം പുലർത്തുന്നു. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യങ്ങൾ പിന്തുടർന്നിരുന്ന ഈ രണ്ടു സഭകളും വ്യത്യസ്തതകൾ പുലർത്തുന്നുവെങ്കിലും ആരാധനാക്രമ പാരമ്പര്യങ്ങളിൽ വിശുദ്ധ കുർബാനയിലെ അനാഫറകളടക്കം ഒരേ പാരമ്പര്യങ്ങൾ തുടരുന്ന രണ്ടു സഹോദരീ സഭകളാണ്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ഏകദേശം 2.5 ശതാബ്ദങ്ങളുടെ ചരിത്രം പറയുന്ന മലങ്കര സഭയിലെ മാർത്തോമ പാരമ്പര്യം പേറുന്ന മറ്റൊരു ചെറിയ സഭയാണ് മലബാർ സ്വതന്ത്ര സുറിയാനി സഭ. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം പട്ടണത്തിൽ നിന്നും
5 കിലോമീറ്റർ അകലെയായി അഞ്ഞൂർ അഥവാ തൊഴിയൂർ എന്ന പ്രദേശമാണ് ഇതിൻ്റെ ആസ്ഥാനം. ആയതിനാൽ ഈ സഭയെ തൊഴിയൂർ സഭയെന്നും വിളിക്കാറുണ്ട്. മുളന്തുരുത്തി ദേശക്കാരനായ കാട്ടുമങ്ങാട്ട് അബ്രഹാം കശീശയെ 1772 അന്ത്യോക്യായിൽ നിന്നും വന്ന മാർ ഗ്രിഗോറിയോസ് മെത്രാൻ അബ്രഹാം മാർ കൂറിലോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തയായി വാഴിച്ചു. മലങ്കര യാക്കോബായ സഭയുടെ മെത്രാപ്പൊലീത്തയായിരുന്നു 6-ാം മാർത്തോമ മാർ ദിവന്യാസോസ് എന്ന പേരിൽ മലങ്കര സഭയുടെ ഭരണം നടത്തിവന്ന സാഹചര്യത്തിൽ 2 മെത്രോപ്പൊലീത്തമാരുടെ വാഴ്ച പ്രതിസന്ധിക്കു വഴിതെളിച്ചു. മാത്രമല്ല, മങ്ങാട്ടുമാർ കൂറിലോസ് മെത്രാനെ മാർ ദിവന്യാസോസോ അന്ത്യോക്യൻ പാത്രിയാർക്കീസോ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ യാക്കോബായ സഭയുടെ പൊതുവായ അംഗീകാരമില്ലാതിരുന്ന കാട്ടുമങ്ങാട്ട് കൂറിലോസ് മെത്രാന് യാക്കോബായ സഭയുടെ പ്രബല കേന്ദ്രമായിരുന്ന കൊച്ചി തിരുവിതാംകൂർ ദേശത്തു നിന്നും മലബാറിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. അങ്ങനെ കുന്നംകുളം ദേശത്തെത്തിയ അവർ 1772 തൊഴിയൂർ കേന്ദ്രമാക്കി ഒരു ദേവാലയം സ്ഥാപിക്കുകയും അത് ഈ സഭയുടെ ആസ്ഥാനമായി മാറുകയും ചെയ്തു. യാക്കോബായ സഭയിൽ നിന്നും പുറന്തള്ളപ്പെട്ടുവെങ്കിലും ചരിത്രത്തിൻ്റെ വിധിവൈപരീത്യമെന്ന വണ്ണം മലങ്കര യാക്കോബായ മാർത്തോമാ സഭകളിൽ മെത്രാൻ പട്ടം പിന്തുടർച്ച അന്യം നിന്നു പോകുമായിരുന്ന ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ ഈ സഭകളിലെ മെത്രാൻ വാഴ്ച നടത്തിയത് തൊഴിയൂർ സഭയിലെ മെത്രാപ്പൊലീത്തയായിരുന്നു. 1772 മാർ അബ്രഹാം കൂറിലോസ് ഒന്നാമൻ മുതൽ ഇപ്പോഴത്തെ മെത്രാപ്പൊലീത്ത സിറിൽ മാർ ബസേലിയോസ് ഒന്നാമൻ വരെ 16 മെത്രാപ്പൊലീത്താമാർ ഈ സഭയെ ഭരിച്ചു. 13 ഇടവകകളിലായി ഏകദേശം 5000-ഓളം വിശ്വാസികളുള്ള ഒരു ചെറിയ സഭയായി ഇന്നും അത് തുടരുന്നു. കേരള കത്തോലിക്ക സഭയുടെ സഭൈക്യ ചരിത്ര രേഖകളിലും തൊഴിയൂർ സഭ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 1977 തൊഴിയൂർ സഭാമെത്രാനായിരുന്ന പൗലോസ് മാർ പീലക്സിനോസ് മെത്രാൻ മലങ്കര കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടു. എന്നാൽ സഭയിലെ മറ്റാരും അദ്ദേഹത്തിൻ്റെ ഈ നീക്കത്തിന് പിന്തുണ നൽകിയില്ല എന്നത് മാർ പീലക്സിനോസിൻ്റെ പുനരയിക്ക ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി. സീറോ മലങ്കര കത്തോലിക്ക സഭ 1653 കൂനൻകുരിശ് സത്യത്തിനു ശേഷം നസ്രാണി സഭയിലുണ്ടായ പിളർപ്പിൻ്റെ അനന്തരഫലങ്ങളാണല്ലോ ഇന്ന് കേരളത്തിൽ നിലവിലിരിക്കുന്ന മാർത്തോമാ പാരമ്പര്യം പേറുന്ന വിവിധ സഭകളെ നാം കാണുക. 1665 യാക്കോബായ മെത്രാൻ്റെ വരവോടുകൂടി ഈ പിളർപ്പ് നിയതമായ ഭിന്നിപ്പിലേക്ക് നയിക്കപ്പെട്ടു. അങ്ങനെ പുത്തൻകൂർ പഴയകൂർ വിഭാഗങ്ങൾ ഉടലെടുത്തു. എങ്കിലും ഭിന്നിക്കപ്പെട്ട ഈ സമൂഹങ്ങൾ പുനരൈക്യത്തിനായുള്ള വിവിധ പരിശ്രമങ്ങൾ നടത്തുന്നതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. മഹാനായ മാർ ദിവന്യാസോസിൻ്റെ പുനരൈക്യ ശ്രമങ്ങളും മാർ കരിയാറ്റിയുടെയും പാറേമാക്കൽ തോമാക്കത്തനാരുടെയും റോമാ യാത്രയും ഈ പുനരൈക്യ ചരിത്രങ്ങളുടെ ഭാഗമാണ്. 1912 മെത്രാൻ കക്ഷി ഭാവാ കക്ഷി എന്ന ഭിന്നത യാക്കോബായ സഭയിൽ വർദ്ധിച്ച വ്യവഹാരങ്ങൾക്ക് വഴിതെളിയിച്ചു. ഇന്നും പൂർത്തീകരിക്കപ്പെടാതെ ഈ വ്യവഹാരങ്ങൾ ഭിന്നതകളുടെ അവശേഷിപ്പുകളായി തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ കത്തോലിക്ക സഭയുമായി ഐക്യപ്പെടുന്നതിനുള്ള ശ്രമങ്ങൾ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ബഥനി മെത്രാപ്പൊലീത്തായും ക്രിസ്താനുകരണ സന്യാസ സഭയുടെ സ്ഥാപകനുമായ മാർ ഇവാനിയോസ് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പല മെത്രാന്മാരുടെയും അറിവോടുകൂടെ നടത്തുകയുണ്ടായി. 1926 അദ്ദേഹം സമർപ്പിച്ച നിവേദനത്തിൻ്റെ വെളിച്ചത്തിൽ അന്തോക്യൻ ആരാധനാക്രമവും പട്ടണവും അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക റീത്തായി സാർവത്രിക സഭയിൽ നിൽക്കുവാനുള്ള അനുവാദവും അംഗീകാരവും റോം നൽകി. ഇതിൻ്റെ വെളിച്ചത്തിൽ 1930 സെപ്റ്റംബർ 20 ബഥനി മെത്രാപ്പൊലീത്തമാരായിരുന്ന മാർ ഇവാനിയോസും മാർ തെയോഫിലോസും തങ്ങളുടെ ചില അനുയായികളോടുകൂടി
കൊല്ലം മെത്രാനായ മോൺസിഞ്ഞോർ ബെൻസിഗറിൻ്റെ മുമ്പാകെ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യപ്പെടുകയും ചെയ്തു. ഭാരത നസ്രാണി സഭയുടെ സഭൈക്യ ചരിത്രത്തിലെ നാഴികക്കല്ലായി ഈ പുനരൈക്യ സംഭവം അറിയപ്പെടുന്നു. അന്ത്യോക്യൻ ആരാധനാക്രമവും പാരമ്പര്യങ്ങളും നിലനിർത്തിക്കൊണ്ടുതന്നെ കത്തോലിക്ക സഭയിലെ ഒരു വ്യക്തി സഭയായി വളർന്ന സീറോ മലങ്കര സഭ സഭകളുടെ കൂട്ടായ്മ എന്ന കത്തോലിക്ക സഭയുടെ വൈവിധ്യത്തിൻ്റെ സഭാവിജ്ഞാനീയത്തിന് ശോഭ പകർന്നു. 2005 മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട സഭയുടെ തലവനെ കാത്തോലിക്ക ബാവ എന്ന് വിശ്വാസികൾ അഭിസംബോധന ചെയ്യുന്നു. സഭയുടെ ഇപ്പോഴത്തെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മോറാൻ മോർ ബസേലിയോസ് ക്ലിമീസ് കാത്തോലിക്ക ബാവയാണ്. ഏകദേശം 4.5 ലക്ഷത്തോളം വിശ്വാസികളുടെ ഈ സഭയുടെ വളർച്ച അഭൂതപൂർവമായ നേട്ടങ്ങളോടെയാണെന്നത് ചരിത്ര സാക്ഷ്യം. CSI സഭ അടിസ്ഥാനപരമായി ആംഗ്ലിക്കൻ പ്രോട്ടസ്റ്റന്റ് പാരമ്പര്യം തുടരുന്നുവെങ്കിലും കേരളത്തിലെ CSI സഭയിലെ ചില വിഭാഗങ്ങൾ മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം അവകാശപ്പെടുന്നവരും ആഗ്രഹിക്കുന്നവരുമുണ്ട്. എന്നാൽ CSI സഭയെ പൊതുവെ മാർത്തോമാ പൈതൃകത്തിൽ പെടുത്താറില്ല. ഭാരതത്തിലെ പ്രത്യേകിച്ചു കേരളത്തിലെ മാർത്തോമാ സഭകളുടെ ചരിത്രം അതിവിപുലമാണ്. കത്തോലിക്ക അകത്തോലിക്ക വിഭാഗങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന ഈ സഭകളുടെ സങ്കീർണമായ ചരിത്രത്തെ അവതരിപ്പിക്കാനുള്ള ശ്രമമാണിവിടെ നടത്തിയിട്ടുള്ളത്. ചരിത്രത്തിൻ്റെ ഗതിവിഗതികളെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാമെന്നത് സ്വാഭാവികമാണ്. ഓരോ സഭയുടെയും ചരിത്രത്തെ അതാതു സഭകളുടെ വീക്ഷണകോണിൽ നിന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ഭാരത നസ്രാണി സഭയുടെ ചരിത്രത്തെ ആത്യന്തികമായി അവതരിപ്പിക്കുമ്പോൾ ഈ ലേഖനത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന കത്തോലിക്ക സ്വാധീനത്തെ ലേഖകൻ നിഷേധിക്കുന്നില്ല. ഭാരത നസ്രാണി സഭകളുടെ ഒരു എക്യുമെനിക്കൽ ചരിത്ര വായന അത് സാധ്യമാക്കുക എന്നതായിരിക്കട്ടെ സഭാചരിത്രാന്വേഷികളുടെ ഇനിയുള്ള ദൗത്യം. സാന്തോം സ്മൃതി. സാന്തോം സ്മൃതിയുടെ ദൃശ്യശ്രാവ്യ രൂപത്തിലെ ഒരു ലേഖനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. തുടർന്ന് കേൾക്കുവാനും കാണുവാനും യൂട്യൂബ് സന്ദർശിക്കുക. പുസ്തകരൂപം തയ്യാറാക്കിയിരിക്കുന്നത് പാട്രൺ മാർ ആൻഡ്രൂസ് താഴത്ത്, ആർച്ച് ബിഷപ്പ് ഓഫ് തൃശ്ശൂർ. അഡ്വൈസറി ബോർഡ് പ്രൊഫസർ ജോർജ് മേനാച്ചേരി, റവറൻഡ് ഡോക്ടർ പോൾ പുളിക്കൻ, റവറൻഡ് ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ. ചെയർമാൻ റവറൻഡ് ബ്രദർ ജോസ് ചുങ്കത്ത് MMB. വൈസ് ചെയർപേഴ്സൺ റവറൻഡ് ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ, സിസ്റ്റർ വെണ്മ CSC. എഡിറ്റർ മിസ്റ്റർ ബാബു ചിറ്റിലപ്പള്ളി. പബ്ലിഷ്ഡ് ഓൺ 3 July 2024. ഡിസൈൻ smritidesign.com. പ്രിന്റിംഗ് അനസുര ഓഫ്സെറ്റ്, കൊച്ചി. പബ്ലിഷ്ഡ് ബൈ കാത്തലിക് ആർച്ച് ബിഷപ്സ് ഹൗസ്, ഈസ്ഫോർട്ട്, തൃശ്ശൂർ, കേരള. പുസ്തകത്തിൻ്റെ ദൃശ്യ ശ്രാവ്യരൂപം തയ്യാറാക്കിയിരിക്കുന്നത് ദൃശ്യശ്രാവ്യ സംവിധാനം ബാബു ചിറ്റിലപ്പള്ളി. സ്റ്റുഡിയോ ഹലോ റേഡിയോ തൃശ്ശൂർ. ഓഡിയോ ഡിസൈനർ പോൾ G. എഡിറ്റിംഗ് ആൻഡ് വിഷ്വൽ മേക്കിംഗ് സൂരജ് രാജ്. വായനാ ശബ്ദം വിൻസെന്റ് ചിത്രം. നിർമ്മാണം തൃശ്ശൂർ അതിരൂപത.